കിട്ടിയെന്ന് പഠിച്ച നീ അത് വിട്ടില്ലേ? പരീക്ഷയെ തോറ്റെന്നും പറഞ്ഞ ആരും തോക്കിക്കൊല്ലാന്നും പോണൊന്നുമില്ല. പക്ഷെ സപ്ലൈ എഴുതിയിരുന്നു. അത് ഞാൻ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. അതില്ല. നിനക്ക് വിശ്വാസം ഉണ്ടായത് എഴുതിയെടുക്കാന്നുള്ള? അതുണ്ട്. പിന്നെ എനിക്ക് നിനക്കില്ലാത്ത വിഷം പിന്നെ ആർക്കാണോ ഉള്ളത്? അച്ഛാ ഈ ചഞ്ചോമ്മ ഇതുപോലെയായിരുന്നു. ഏതുപോലെ? ഇതേപോലെ ഒരു ചിൽ പാരന്റിങ്. എൻ്റെ അമ്മേ, എനിക്ക് വരനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പടത്തത്തിൽ ഞാൻ ഇത്തിരി ഉഴപ്പായിരുന്നു. പിന്നെ അച്ഛനോട് എന്ത് പറയും, ബന്ധുക്കാരെന്ത് വിചാരിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. അന്ന് എൻ്റെ അമ്മ പറഞ്ഞെന്താണെന്നറിയാമോ? നിന്റെ മനസ്സിലെന്താന്ന് വെച്ചാൽ നീ ചെയ്തോ, ഞാനുള്ളിടത്ത കാലം നിന്നെ ആരും ഒന്നും പറയൂല. അപ്പൊ ശരിക്കും ചഞ്ചോമ്മ എവിടെ പോയതോ? ചെഞ്ചമ്മ പോയതല്ല, എൻ്റെ അച്ഛനെ ആട്ടി ഓടിച്ചതല്ലേ. അമ്മനെ മടുത്തപ്പോൾ അയാൾ വേറെ കെട്ടി. പിന്നെ അമ്മയുടെ ആവശ്യം അവിടെ ഇല്ലല്ലോ. അപ്പൊ അച്ഛനാ? മാനസിക തകരാറുള്ള ആൾക്കേ മക്കളെ കൈവശം വെക്കാൻ പാടില്ലാന്ന് അയാളുടെ ഒരു ഇത്. അല്ല, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷിച്ചില്ലായിരുന്നോ? ആ സമയത്ത് അച്ഛൻ്റെ കൂടെ ആയതുകൊണ്ട് കുറെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അതീ പിന്നെ കുറെ അന്വേഷിച്ച് പിന്നെ ഒരു രക്ഷയുണ്ടായില്ല. ഞാൻ പിന്നെ പണ്ടത്തെ അറിഞ്ഞ വെച്ചിട്ട് ഞാൻ ഒന്ന് അന്വേഷിച്ചായിരുന്നു. തൃശ്ശൂർ ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. 10-20 വർഷമായിട്ട് അവിടെ തന്നെ. വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ. അമ്മക്കന്നെ മനസ്സിലായ? ഓർമ്മക്കുറവുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാവാൻ സാധ്യതയില്ല. മോനെ